സൂര്യ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ പറയാൻ പോകുന്നത് പരിപാവനമായ പവിത്രമായ രാമനാമത്തെക്കുറിച്ചാണ്. രാമനാമം എത്ര പവിത്രമുള്ളതാണ്, എത്ര ശക്തിയുള്ളതാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് മാനസം വാചികം പാപം കർമ്മണാത് സമുപാർജിതം ശ്രീരാമസ്മരണേനൈവ വ്യപോഹതി ന സംശയ. ഇതിൻ്റെ അർത്ഥം, നമ്മൾ ജന്മാന്തരങ്ങളായി ചെയ്തു വരുന്ന പാപകർമ്മങ്ങൾ, മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചെയ്തു കൂട്ടിയിരിക്കുന്ന പാപകർമ്മങ്ങൾ, സഞ്ചിത പ്രാരബ്ധ കർമ്മങ്ങൾ, മുൻജന്മങ്ങളിൽ നിന്നും ഇവിടേക്ക് കൊണ്ടുവന്നതെല്ലാം തന്നെ ശ്രീരാമസ്മരണേനൈവ, ശ്രീരാമ എന്ന നാമം നമ്മൾ സ്മരിച്ചാൽ തന്നെ ആ പാപങ്ങളെല്ലാം ഇല്ലാതെയാകും. അപ്പോൾ രാമനെ സ്മരിച്ചാൽ തന്നെ ഇത്രയും നമുക്ക് പ്രയോജനമുണ്ടെങ്കിൽ ആ ദിവ്യനാമങ്ങൾ രാമ രാമ എന്ന് ജപിച്ചാൽ എന്തായിരിക്കും നമ്മുടെ നേട്ടം? അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. അങ്ങനെ ഒരു ജപം ഞങ്ങൾ നടത്തുവാൻ ഉദ്ദേശിക്കുന്നു. ഞങ്ങളുടെ ഗൂഗിൾ മീറ്റിൽ നിത്യവും 6:20 മുതൽ 6:40 വരെ രാമനാമ ജപം. ഈ രാമരാമ ജപിച്ചാൽ എന്താ പ്രയോജനം? നമുക്കും നമ്മുടെ ഭാരതീയ രാജ്യത്തിനും നമ്മുടെ ഭാരതത്തിനും വ്യക്തിപരമായി എന്താണ് ഇതിൽ കിട്ടുക എന്ന് ചോദിച്ചാൽ, നമ്മളുടെ ബുദ്ധിക്ക് പ്രചോദനം ലഭിക്കും, ആത്മസംതൃപ്തി ലഭിക്കും, മനസ്സമാധാനം ലഭിക്കും, കുടുംബജീവിതം പവിത്രമാകും, നമ്മളുടെ ആത്മബലം കൂടും, നമ്മളുടെ ആത്മചൈതന്യം, അതായത് ജീവാത്മാവ് നല്ല പ്രകാശമുള്ളതായിത്തീരും. തദ്വാര നമുക്ക് പൂർണ്ണാരോഗ്യം, പൂർണ്ണായുസ് എന്നിവ ലഭിക്കും. നമ്മുടെ നാടിനെന്താ പ്രയോജനം? ഈ ഹിന്ദുധർമ്മം ആചരിക്കുന്നവരെല്ലാം ഈ രാമനാമം നിത്യവും ജപിക്കുവാൻ തുടങ്ങിയാൽ എത്രയോ കോടി ജനങ്ങളുടെ കണ്ടത്തിൽ നിന്നും ഈ രാമനാമം നമ്മുടെ പ്രപഞ്ചത്തിലേക്ക് പോകുന്നതായിരിക്കും. അതിൻ്റെ ശക്തി നമുക്ക് അളക്കുവാൻ സാധിക്കുകയില്ല. ഇത് നമ്മുടെ രാഷ്ട്രത്തിന് നല്ല ശക്തി കൊടുക്കും. നമ്മുടെ രാജ്യത്തിന് എല്ലാ തുറകളിലും വികാസമുണ്ടാകും. ദാറ്റ് മീൻസ് അവർ കൺട്രി വിൽ ഇംപ്രൂവ് ഇൻ ഓൾ റെസ്പെക്ട്സ്. നമ്മുടെ രാജ്യം തന്നെ ഈ വൻകിട രാജ്യങ്ങളിൽ ഒന്നാമതായി തീരും. പിന്നെ വ്യക്തിപരമായി വേറെ ഒന്നെന്ത് പറയാൻ ചോദിച്ചാൽ, ഈ രാമനാമം ജപിക്കുന്നവർ മതപരിവർത്തനത്തിന് തയ്യാറാവുകയില്ല. അന്യമതങ്ങളിലേക്ക് അവർ നമ്മുടെ ഹിന്ദു മതത്തിൽ നിന്നും വിട്ടുപോവുകയില്ല. ഈ രാമനാമം അവർക്ക് നമ്മുടെ മതത്തോട്, ഹിന്ദു മതത്തോട് അപാരമായ സ്നേഹത്തെ പ്രദാനം ചെയ്യും. നിങ്ങൾക്കറിയാം, വാൽമീകി മഹർഷി ഒരു കാട്ടാളനായിരുന്നു. നാരദ മഹർഷിയുടെ പ്രേരണ നിമിത്തം, മഹർഷിയിൽ നിന്നും കിട്ടിയ പ്രചോദനം നിമിത്തമാണ് അദ്ദേഹം രാമനാമം ജപിക്കുവാൻ ആരംഭിച്ചത്. അദ്ദേഹത്തിൻ്റെ നാമം രത്നാകർ എന്നാണ്. പിടിച്ചു പറയാണ് തൊഴിൽ. ഈ രാമനാമം ജപിച്ചതോടുകൂടി അദ്ദേഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അദ്ദേഹം തപസ്സനുഷ്ഠിച്ചു കുറേ വർഷങ്ങൾ. അദ്ദേഹത്തിനൊന്നും അറിയില്ല, പഠിപ്പറിവില്ലാത്ത ആൾ ഈ തപസ് അനുഷ്ഠിച്ചതോടുകൂടി ബ്രഹ്മജ്ഞാനം ലഭിച്ചു. അയാൾക്ക് ഇൻറ്റ്യൂഷൻ ലഭിച്ചു. അയാൾക്ക് പഠിപ്പറിവില്ലാത്ത ആൾ സംസ്കൃതത്തിൽ രാമായണ കൃതി രചിച്ചു. ഇതാണ് ഈ രാമായണം അദ്ദേഹത്തിന് കൊടുത്ത നേട്ടങ്ങൾ. അതേ നേട്ടങ്ങൾ നമുക്കും ലഭിക്കും. നമ്മളുടെ ബുദ്ധി പ്രചോദനം ലഭിക്കും, മനസ്സ്, മൈൻഡ് പവർ നല്ലോണം ഇമ്പ്രൂവ് ആകും. ഇത് 2 വയസ്സുള്ള ഒരു കുട്ടിക്ക് പോലും ജപിക്കാം രാമ എന്ന ഈ 2 നാമം. 1008 പ്രാവശ്യം ജപിക്കുവാൻ 15 മിനിറ്റേ വേണ്ടൂ. ഞങ്ങൾ ഗൂഗിൾ മീറ്റിൽ നിത്യവും 6:20 മുതൽ 6:40 വരെ രാമനാമം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നു. എല്ലാവരെയും ഞങ്ങളുടെ കൂടെ ചേർന്ന് ഈ രാമനാമം ജപിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നു. ദയവ് ചെയ്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ ഫോൺ നമ്പറുണ്ട്. ഞങ്ങളെ ഫോണിലൂടെ കോൺടാക്റ്റ് ചെയ്താൽ ഗൂഗിൾ മീറ്റിലേക്കുള്ള ലിങ്ക് അയച്ചു തരാം. എല്ലാവരും രാമനാമത്തിലേക്ക് ഗൂഗിൾ മീറ്റിലൂടെ ഞങ്ങളുടെ കൂടെ നിത്യവും വരിക. 1008 തവണയെങ്കിലും ജപിക്കാം. നമുക്കും
വ്യക്തിപരമായ ഒരുപാട് നേട്ടങ്ങളുണ്ടാവും. നമ്മുടെ രാജ്യത്തിനും ഇത് ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് നമ്മുടെ നാട്ടിനും കിട്ടുമത്. നമ്മളിലൂടെ നമ്മളുടെ രാഷ്ട്രം വികസിക്കും. ഇതിലെ പൗരന്മാരെല്ലാം സ്നേഹത്തോടും വാത്സല്യത്തോടും പരസ്പരം ഐകമത്യത്തോടും ബഹുമാനത്തോടു കൂടി ജീവിക്കുവാൻ തുടങ്ങും. അക്രമങ്ങൾ ഉണ്ടാവുകയില്ല. ഇത് തീർച്ചയാണ്. ഇതിനെ ഒന്ന് അനലൈസ് ചെയ്യുക. ഞങ്ങളുടെ കൂടെ ഗൂഗിൾ മീറ്റിലേക്ക് വരിക, ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഇത് ഞങ്ങളുടെ സന്തോഷമാണ് നിങ്ങളുടെ കൂടെ ഈ രാമനാമം ജപിക്കുവാൻ. എല്ലാവർക്കും നമസ്കാരം. ജയ് ശ്രീരാം.